ഹായ് ഓൾ വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും എന്താ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കണം. അതായത് കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കിയിട്ട് എന്തെയാ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യം അല്ലെ. അപ്പൊ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് പ്രകാരമാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. RTA റിപ്ലൈ ആണ് കേട്ടോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2006 പ്രകാരം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ റിപ്ലൈ പ്രകാരമാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം LSTDയുടെ 2020 ലാസ്റ്റ് നോട്ട്. സോറി, ഇപ്രാവശ്യം വിളിക്കുന്നതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായത് അല്ലെ. 125/2020 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. 37,997 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമിന്. ഓക്കെ, ആ ഒരു സമയത്ത് 37,997 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എക്സാം എഴുതിയേക്കുന്നത് 30,540 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, 30,540 പേര് എന്ത് ചെയ്യാം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ച കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 573/2024 അത് നമ്മുടെ എക്സാം സ്ലോട്ട് വരുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സ്ലോട്ടിലാണ് വരുന്നത്. അപ്പൊ അതില് നിങ്ങൾ എന്ത് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തോണ്ട് നിങ്ങൾക്ക് എത്ര അപ്ലിക്കൻസ് ഉള്ളതെന്നില്ല നിങ്ങൾ ജസ്റ്റ് നോക്കുക. നിങ്ങൾ അതൊരു എന്താ പറയുക ഷോക്കിംഗ് ഡാറ്റയാണ്. നമ്മളിപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ 38,000 അപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥാനത്ത് ഇപ്പൊ എത്ര 23,000 കുറഞ്ഞിട്ടുണ്ട്. നോക്കറ 38,000 23,000 24,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 14,000 ആൾക്കാരുടെ ഡിഫറൻസ് എന്താ അവിടെ വന്നിട്ടുണ്ട്. 14,000 ആൾക്കാർ എന്താ അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇത് RTA റിപ്ലൈ പ്രകാരം കിട്ടിയ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇത് ആർക്ക് വേണമെങ്കിലും RTA കൊടുക്കാം. മാറ്റി കൊടുക്കാനുള്ള വീഡിയോ നമ്മൾ മുന്നേ നമ്മൾ ചെയ്തു. അപ്പൊ 23,839 പേരാണ് നിൽക്കുന്നത് ഇപ്രാവശ്യം LSTD ഈ എക്സാമിന് വേണ്ടിയിട്ട് എന്താ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും കുറയും. ഒരു 20,000 ആ ഒരു റേഞ്ചിലൊക്കെ മാത്രമേ കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടാവുള്ളൂ. ഒരു 80,000 to 20,000 ഒക്കെ മാത്രമേ കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോ ആക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു 8,000 to 10,000 ആയിരിക്കും ആക്റ്റീവായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്താ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എനിവേ നിങ്ങളെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് എടുക്കുക. നമുക്കിപ്പം എക്സാം സ്ലോട്ട് അറിയാം നിങ്ങൾക്ക് അല്ലെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ്. ജൂണിൽ എന്താ നിങ്ങളുടെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാം ഉണ്ടല്ലേ, ജൂൺ 19 അങ്ങനെ എന്തോ അല്ലേ. എനിവേ അതിന്റെ കൂടെ തന്നെ എയുടെ പ്രശ്നം കൂടി നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.